ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങിയ മർദ്ദനങ്ങൾക്കും അവരുടെ ചോര ഈ കേരളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾ മറക്കില്ല. ഇപ്പോഴത്തെ കാവൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം കപടനും ഭീരുവും ആയിരുന്നു, അല്ലെങ്കിൽ ഒരു തന്നിഷ്ടവാദിയും ആയിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ തിരുവനന്തപുരത്തേക്കുള്ള വരവ്. കണ്ണൂരിൽ നിന്ന് വിമാനത്താവളത്തിൽ ഇറങ്ങി തിരുവനന്തപുരത്ത് ഇറങ്ങി അദ്ദേഹം പോയത് AKG സെന്ററിൽ നിന്ന് വിട്ടിട്ടുള്ള കാറില്ല, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിലല്ല. അദ്ദേഹം നിലവിൽ ഇപ്പോഴും മുഖ്യമന്ത്രിയാണ്, കാവൽ മുഖ്യമന്ത്രിയാണ്. AKG സെന്ററിൽ നിന്ന് അദ്ദേഹം ഉപയോഗിക്കുന്ന കാർ ആയിക്കോട്ടെ, അതിന് പിന്നിലും മുമ്പിലും എസ്കോർട്ട് ഇല്ല, പൈലറ്റ് ഇല്ല, അതുപോലെ ആംബുലൻസ് ഇല്ല, മറ്റു സൗകര്യങ്ങളില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുമ്പ് ഇതുവഴി കേരളത്തിലൂടെ വന്നപ്പോഴാ എത്രത്തോളം സെക്യൂരിറ്റിയോടെയാണ് പോണതെന്ന് മനസ്സിലായത്. അതിനേക്കാളും ഭീകരമായിട്ട് അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളിൽ തിരുവനന്തപുരത്ത് 7 സിഗ്നലുകളാണ് നിത്യം പോകുന്നത്. ആ 7 സിഗ്നലുകളും കഴിഞ്ഞ 10 വർഷമായി പിടിച്ച് ബ്ലോക്ക് ചെയ്തു. അദ്ദേഹം പുറപ്പെടുന്നതിന് കുറച്ചു മുമ്പ് പിടിച്ച് ബ്ലോക്ക് ചെയ്യും, സിഗ്നൽ ഓഫ് ചെയ്തു. ആർക്ക്? മുഖ്യമന്ത്രിക്ക് പോകാൻ. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഒരാളായിരുന്നല്ലോ. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 10 വർഷം ഓഫാക്കിയിട്ടു. ധാർഷ്ട്യത്തിന്റെ മൂർത്ത രൂപമായിട്ട് ജനങ്ങളൊക്കെ വഴിയിൽ കിടക്കും മഹാരാജാവിന് പോകാൻ വേണ്ടിയിട്ട്. ആ തരത്തിൽ വലിയ ആളും ആരവുമായി പ്രധാനമന്ത്രിക്ക് പോലും ഇല്ലാത്ത സുരക്ഷാ സംവിധാനത്തോടുകൂടി സഞ്ചരിച്ചത് ഭയം മൂലമാണ്, അല്ലെങ്കിൽ ധാർഷ്ട്യം മൂലമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ വരവ്. ഇന്നൊരു പക്ഷേ താൻ ഈ കഴിഞ്ഞ 10 വർഷം കാട്ടിക്കൂട്ടിയതിന് ജനം എങ്ങനെയാണ് ചിന്തിച്ചത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു തിരിച്ചറിവിൽ ഒരു മനുഷ്യനായാണോ വന്നത് എന്നറിയില്ല. അദ്ദേഹം ആരോടും ഒന്നും സംസാരിച്ചില്ല. കടക്ക് പുറത്തെന്നോ അല്ലെങ്കിൽ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്നോ വീട്ടിൽ പോയി പറഞ്ഞാൽ മതിയെന്നോ ഒന്നും പറഞ്ഞു കേട്ടില്ല, ഒരക്ഷരം വേണ്ടിയില്ല. മീഡിയക്കാർ CMA എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തിന് യാതൊന്നും പറയാതെ കൈ ഉയർത്തി കാണിച്ച് അവിടെ നിന്ന് കടന്നു പോകുന്നതാണ് കാണുന്നത്. അതായത് ഒരു ജാള്യത, ഒരു നിരാശ. ആദ്യത്തെ 5 വർഷം കഴിഞ്ഞപ്പോ ഒരു കിറ്റ് കൊടുത്തപ്പോ, ഒരു കിറ്റാണല്ലോ വന്നേ, അതുപോലെ ഒരു കിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് കുത്തിക്കൊടുക്കും, അത്തരത്തിലുള്ള മന്ദബുദ്ധികളാണ് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെന്ന് കരുതി. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ, മാസങ്ങൾ എടുക്കണ്ട, ഏതാനും ദിവസങ്ങളിൽ അദ്ദേഹം കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അന്ത്യം ജനങ്ങൾ തീരുമാനിച്ചു എന്നത് വസ്തുതയാണ്. പ്രത്യേകിച്ച് ധാർഷ്ട്യത്തിന്റെ അങ്ങേയറ്റമായിരുന്നു അവസാന നാളുകൾ സംസാരിച്ചിരുന്നത്. അതാണ് അദ്ദേഹത്തോട് സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെ ചോദിച്ചപ്പോ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞത്. ജനം വീട്ടിൽ ഇരുന്നാൽ മതിയുടെ എന്നങ്ങ് തീരുമാനിച്ചു. പക്ഷെ ഇന്ന് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ സിഗ്നലുകൾ ഓഫാക്കുന്ന ഒരു മന്ത്രിയല്ല, ഒരു മുഖ്യമന്ത്രിയല്ല, യാതൊരുവിധ രാജകീയ സൗകര്യങ്ങളുമില്ല. ഇതൊന്നുമില്ലാതെ അദ്ദേഹത്തിന് ഇന്ന് അധികാരം ഇപ്പോഴും ഉണ്ട്. കാവൽ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി തന്നെയാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തെ ആരും ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഇപ്പോഴല്ലേ ജനം അദ്ദേഹത്തെ കൈകാര്യം ചെയ്യേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 10 വർഷം അദ്ദേഹത്തിന് അധികാരമുണ്ട്, പോലീസുണ്ട്, മറ്റ് പവറുകളെല്ലാം ഉണ്ട്, പാർട്ടിയുടെ അകമഴിഞ്ഞ പിന്തുണയുണ്ട്. ആ ധാർഷ്ട്യം എല്ലാം കൊണ്ടിങ്ങനെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കാവലിന്റെ ആവശ്യം സത്യത്തിലില്ല. കാരണം എന്ത് ചെയ്താലും ഒരൊറ്റ വിളി വിളിച്ചാൽ തന്നെ റാൻ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന വലിയൊരു കൂട്ടമുണ്ടായിരുന്നു. എന്നാൽ ഈ കൂട്ടവും ആളും ആരവും എല്ലാം ഒഴിഞ്ഞ ശേഷം ഈ കഴിഞ്ഞ 10 വർഷം താൻ കാട്ടിക്കൂട്ടിയ ആ പ്രവൃത്തികളുടെ അനുഭവിച്ച് പിണറായിയെ തന്നെ ശപിച്ച് കടന്നുപോയ ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞിട്ടും ഒരു പോലീസുകാരനെ പോലും, അതായത് ഒരു പോലീസുകാരൻ, ഒരു CPO പോലും കൂടെ കൂട്ടാതെ യാതൊരുവിധ എസ്കോർട്ടോ പൈലറ്റോ ഒന്നുമില്ലാതെ തന്നെ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ വിവരദോഷികളല്ല എന്ന് അദ്ദേഹം ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. 10 കൊല്ലം അദ്ദേഹം ഭരിച്ചപ്പോൾ ഇത് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല. ജനങ്ങളെ ഏതൊക്കെ വിധത്തിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അതായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് ക്ലിഫ് ഹൗസിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് വരുമ്പോൾ 7 സിഗ്നലുകളാണ് ആകെയുള്ളത്. ആ വഴിക്ക് പലപ്പോഴും ഞാനടക്കം അവിടെ പെട്ട് കിടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി വരാനുണ്ട്, അതുകൊണ്ട് അടച്ചുപൂട്ടിയിട്ടാണ്, സിഗ്നൽ ഓഫ് ചെയ്തിട്ടാണ്. എന്താ ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞൊരു മഹാരാജാവാണ്? ഏതായാലും ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള ഈ നഗരവാസികളായിട്ടുള്ള സെക്രട്ടേറിയറ്റിലും മറ്റും ഒക്കെ പോകുന്ന ക്ലിഫ് ഹൗസിന്റെ പരിസര പ്രദേശത്തുള്ള അവിടെ കുറെ പേരുണ്ടല്ലോ, അതുവഴി സഞ്ചരിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ നിത്യേന ഇത് അനുഭവിച്ചുകൊണ്ടിരുന്നതാ, ദിവസം ഇത് അനുഭവിച്ചുകൊണ്ടിരുന്ന. അവരെല്ലാവരും ദൈവത്തിന് സ്തുതി പറയും ഇദ്ദേഹത്തിനെ അങ്ങ് പടിയിറക്കി വിട്ടത്. ഇതുവരെ ഒരു മന്ത്രിമാരും കാണിക്കാത്ത ധാർഷ്ട്യവും തെമ്മാടിത്തരമായിരുന്നു കാണിച്ചു കൂട്ടിയിരുന്നെങ്കിൽ അതിനുള്ള ശിക്ഷയാണ് ഇപ്പൊ കിട്ടുന്നത്. പക്ഷെ എന്താണ് എന്നറിയില്ല. സാധാരണ ഇത്തരത്തിലല്ല മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത്. വലിയ ജാള്യതയോടെ ഒക്കെ വന്നു. ഇനി ഭവ്യത കൂടിയതാണോ, തന്റെ തെറ്റ് ജനങ്ങളോട് കഴിഞ്ഞ 10 വർഷം താൻ ഇടപെട്ടത് എങ്ങനെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി ഒരുപക്ഷെ ഒതുങ്ങിയതാണോ എന്നൊന്നും അറിയാൻ വയ്യ. ഏതായാലും അധികം ജാടകളില്ലാതെ
പഴയ ധാർഷ്ട്യമില്ലാതെ ആരോടും കടക്ക് പുറത്ത് എന്ന് പറയാതെ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിറങ്ങി നടന്നു പോകുന്നത് എല്ലാവരും കണ്ടു, എല്ലാവരും ആശ്വാസം കൊണ്ടു. കാര്യം ഇനിയുള്ള ഏതാനും ദിവസം കൂടി കാവൽ മന്ത്രിയാണ്. വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം വരുന്ന വഴി തന്നെ അദ്ദേഹം ഒറ്റയ്ക്ക് ഒരകമ്പടിയും ഇല്ലാതെ സഞ്ചരിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു കുഴപ്പവും സംഭവിച്ചില്ല എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ ഈ ജനം ഇപ്പോഴും തന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ളൊരു ആശ്വാസത്തിലായിരിക്കാം ഒരു പക്ഷേ. അല്ലെങ്കിൽ തന്റെ ശിക്ഷ തന്റെ ഭരണത്തിൽ നിന്ന് തന്നെ പിടിച്ചിറക്കിയ അതിലൂടെ അവർ അവസാനിപ്പിച്ചു എന്ന് കരുതിയിട്ടാകണം ഇനി ആശ്വാസത്തോടെ അദ്ദേഹം നടക്കാൻ പോകുന്നത്. എന്തൊക്കെയായിരുന്നു 40 വാഹനങ്ങളെ അകമ്പടിയാ. ഇതിനു മുമ്പ് ഒരു അപവാദമായി ഉണ്ടായിരുന്നത് കെ കരുണാകരന്റെ കാലത്താണ്. പഴയ കാലത്ത് അന്ന് കുറച്ച് 5-8 കാറുകൾ, അംബാസഡർ കാറുകളാണ്. അത് നിലം തൊടാതെയാണ് പറക്കുന്നത്. ആ പറക്കലിൽ ചില അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇന്നത്തെ പോലെ തന്നെ ജനം പ്രതികരിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ പ്രതികരണം ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിലും ആ ജനങ്ങളുടെ പ്രതികരണം കണ്ടതിന് ശേഷം കെ കരുണാകരൻ വാഹനത്തിന്റെ വേഗത കുറയ്ക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷെ കഴിഞ്ഞ 10 വർഷം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നിട്ടും നമ്മുടെ മഹാരാജാവ് പക്ഷെ അത് കേട്ടതായി ഭാവിച്ചില്ല. വഴിമുടക്കിക്കൊണ്ടിരുന്നു, ധാർഷ്ട്യം കാണിച്ചുകൊണ്ടിരുന്നു. 10-40 വണ്ടികളുടെ അകമ്പടി പ്രധാനമന്ത്രിക്ക് പോലും ഇല്ലാത്ത വാഹനവ്യൂഹം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അത്തരത്തിലുള്ളൊരു വാഹനം കൂടി ശരിക്കും വേണമായിരുന്നു എന്നാണ് ഇപ്പൊ തോന്നുന്നത്. കഴിഞ്ഞ 10 വർഷം ഇരുന്ന ഒരു മഹാരാജാവല്ലേ. നവകേരള സദസ്സിന്റെ കാലത്ത് നമുക്കറിയാം അടികൊണ്ടത് എത്ര പേരാണ്, എത്ര സാധുക്കളാണ് നടുതല്ലിപ്പൊളിച്ചത്. എന്നിട്ട് പറഞ്ഞെന്താണ്? രക്ഷാപ്രവർത്തനം. നടുതല്ലിപ്പൊളിച്ച് ആൾക്കാരെ തലതല്ലിപ്പൊളിച്ച് അവന്റെ ജീവിതം നശിപ്പിച്ചിട്ട് അതിലൊരുത്തൻ ഇന്ന് MLA ആണ്. ഇനി അവൻ ചോദിക്കും, അവനും കസേരയുണ്ടല്ലോ, ഇരുന്ന് ചോദിക്കും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ദം എന്താണ്, അതിന്റെ ഗുണം എന്താണെന്ന് അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയവർ ഇനി അറിയും. ഞങ്ങളൊന്നും മറക്കില്ല. പണ്ടൊക്കെ ഞങ്ങളുടെ അധികാരം ഭരണത്തിലേക്ക് വരുമ്പോൾ പലതും മറന്നുപോകായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങിയ മർദ്ദനങ്ങൾക്കും അവരുടെ ചോര ഈ കേരളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾ മറക്കില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നടത്തിയ പോരാട്ടം, നവകേരള യാത്രക്കിടയിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരക്രമമൊന്നും കാണിച്ചില്ല. അവർ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ അവർ ഏറ്റുവാങ്ങിയ അതിക്രമങ്ങൾ, രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പരിഹസിച്ചത് ഞങ്ങൾ മറക്കാൻ പറ്റില്ലല്ലോ. അതായത് ആ കുഞ്ഞുങ്ങളെ മറന്നു പോകുന്നതാണ് അതിന്റെ അർത്ഥം. അത് ഞങ്ങൾ മറക്കില്ല അത്ര ഞാൻ പറയുന്നത്. അത്തരത്തിൽ കൈവച്ചവരെ ആരെയും നമ്മൾ മറന്നിട്ടില്ല. അത് പോലീസുകാരനായാലും ശരി, പാർട്ടിക്കാരായാലും ശരി, അത് നമ്മൾ മറന്നിട്ടില്ല. സമരങ്ങൾ ഉണ്ടാവും, സ്വാഭാവികം. ആ സമരങ്ങളിൽ പ്രതിഷേധങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും തള്ളും ഒക്കെ ഉണ്ടാകും, കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകും. അതൊന്നും സാരമില്ല. പക്ഷേ ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിച്ച് തല്ലി ഒതുക്കിയ ഒരു ആഭ്യന്തരമന്ത്രി സത്യത്തിൽ വേറെ ആരും ഉണ്ടാവില്ല. അപ്പൊ അതിന്റെയൊക്കെ ഫലങ്ങൾ ഇനി അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു ഭയമാണോ അദ്ദേഹത്തെ പിടികൂടിയിരിക്കുന്നത് എന്നും ചിന്തിക്കാതിരിക്കാൻ വയ്യ. ഏതായാലും കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള കാവൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. അദ്ദേഹം ഒരു നല്ല സഖാവായി മാറുന്നുണ്ടോ എന്നൊരു സംശയം. Different angles. Don't forget to subscribe and support this channel.